താമരശ്ശേരിയിലേക്ക് പോകാം. ചുരത്തിൽ ഡീസൽ തീർന്നതിനെ തുടർന്ന് വീണ്ടും ലോറി കുടുങ്ങി. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി വൺ വേ ആയി വാഹനങ്ങൾ കടത്തിവിടുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം കൂടി വേണ്ടേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണല്ലോ ഇത് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഗതാഗത ക്രമീകരണം അവിടെ നടത്തിയിരിക്കുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ലോറി ഡ്രൈവർമാർക്കൊക്കെ കൃത്യമായി എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ ഉള്ളത്, പ്രത്യേകിച്ച് ഈ ചുരത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്തൊക്കെ എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. താമരശ്ശേരി ചുരത്തിൽ നമുക്കറിയാം വാഹനങ്ങളുടെ എണ്ണം കൂടുതലായി വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സാധാരണ സമയത്ത് തന്നെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഡീസൽ തീർന്നതിനെ തുടർന്ന് ചുരത്തിൽ ലോറി അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും മണിക്കൂറുകളോളം അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ നീണ്ട നിര തന്നെ, വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ താമരശ്ശേരി ചുരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരം 6ാം വളവിലാണ് ഈ ലോറി കുടുങ്ങിപ്പോയത്. വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി കുടുങ്ങിപ്പോയത് 6ാം ഭാഗത്താണ്. പക്ഷേ 1ാം വളവ് മുതൽ ഈ ബ്ലോക്ക് പ്രകടമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു കാഴ്ച. ഹൈവേ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി വാഹനങ്ങൾ ഒറ്റ വരിയിലൂടെ കടത്തിവിടുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിലുള്ളൊരു ബ്ലോക്ക് തന്നെ, വലിയ ഗതാഗത കുരുക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് സാധാരണഗതിയിൽ തന്നെ ചുരത്തിൽ ഉണ്ടാകാറുണ്ട്. എന്തായാലും താഴെ നിന്ന് ഡീസൽ വാങ്ങിച്ച് ഈ ലോറിക്ക് അരികിൽ എത്തിച്ച് അത് അവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഡ്രൈവർമാർ ഇത്തരത്തിൽ ചുരമൊക്കെ കയറി വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യം, ഡീസൽ തീരാറായി എന്നുള്ള കാര്യം അവർ ഓർമ്മിക്കണമെന്നാണ് പൊതുവിൽ പറയാനുള്ളത്. തീർച്ചയായും നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.